കച്ചവട കേന്ദ്രം എന്ന അർത്ഥമാണ് അറബി വാക്കായ സൂക്കിനുള്ളത്. പ്രകൃതിദത്ത തുറമുഖമായതിനാൽ ഇതുവഴി കടന്നുപോയിരുന്ന കപ്പലുകൾ കച്ചവടത്തിനും വിശ്രമിക്കാനുമായി മത്രയിൽ നങ്കൂരമടിച്ചിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ. അന്നുമുതൽ മത്ര സൂക്ക് ഒമാനിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി മാറിയിരുന്നു. ഒമാനികൾക്കും വിദേശികൾക്കും ആവശ്യമുള്ളതെല്ലാം മത്ര സൂക്കിൽ ലഭ്യമാക്കാൻ കച്ചവടക്കാർ അന്നും ഇന്നും മത്സരിക്കും. ഇവിടെ ഒമാനികളുടെ അണ്ടറിലാണ് ഷോപ്പുകളാണെങ്കിൽ പോലും 75% മലയാളികൾ നടത്തുന്ന മലയാളികളുടെ കൂട്ടായ്മയുള്ള ഒരു സൂക്കാണ് മത്രൈ സൂക്ക്. പുറത്ത് കിട്ടാത്ത എല്ലാ പുരാതന സാധനങ്ങൾ പോലും മത്ര സൂക്കിൽ നിന്നാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത്. ആൻറ്റിക്കായാലും അതേപോലെ തന്നെ ഒമാനി ട്രഡീഷണൽ ഐറ്റംസ് ആയാലും ഹഞ്ചർ, അതേപോലെ സ്റ്റോൺസ്, സിൽവർ, റെഡിമെയ്ഡ്, മറ്റുള്ള എല്ലാവിധ സാധനങ്ങളും മത്ര സൂക്കിൽ വന്നാൽ മാത്രമേ പെർഫ്യൂമാണ് ഇവിടെ മെയിനായിട്ട് കിട്ടുന്ന സ്ഥലം. ഒമാനിലെ കഠിനമായ ചൂട് കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ മണ്ണും ഈന്തപ്പനയുടെ ഓലയും ഉപയോഗിച്ചാണ് മത്ര സൂക്ക് നിർമ്മിച്ചത്. പഴമയും പുതുമയും ഇഴചേർന്ന് നിൽക്കുന്ന മത്ര സൂക്ക് ഇന്ന് വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമാണ്. പഴമയുടെ പൈതൃകം ഒട്ടും ചോർന്നു പോകാതെ തനിമ നിലനിർത്തിക്കൊണ്ട് ആധുനിക രീതിയിൽ മത്ര സൂക്കിനെ മോടി പിടിപ്പിക്കുന്നതിൽ മസ്കറ്റ് നഗരസഭ അതീവ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. ഒരു കാലത്ത് ഓണം കയറാൻ മൂലയായിരുന്നു. മലയാളികൾ വൻതോതിൽ എത്തിപ്പെട്ടതോടെയാണ് ഈ മത്ര സൂക്ക് ഇന്ന് കാണുന്ന പുരോഗതിയൊക്കെ കൈവരിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. മത്ര സൂക്കിലെ ഏതാണ്ട് 80% കച്ചവടക്കാരും മലയാളികൾ തന്നെ. പരമ്പരാഗത സാധനങ്ങൾ വാങ്ങാനെത്തുന്ന സ്വദേശികൾക്കും വിദേശ വിനോദസഞ്ചാരികൾക്കും വേണ്ട സാധനങ്ങൾ വിൽക്കുന്നതിൽ മലയാളികൾ തന്നെയാണ് മുൻപന്തിയിൽ. ആദ്യം കാലത്ത് ഞങ്ങൾ വന്ന കാലത്ത് വിരലിൽ എണ്ണാവുന്ന മലയാളികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ വണ്ടി വലിച്ചുകൊണ്ടും ഇവിടെ ഹോട്ടൽ ജോലി ചെയ്തുകൊണ്ടും ഇവിടെ മറ്റ് ഏറ്റവും താഴേക്കുള്ള ജോലി ചെയ്തുകൊണ്ട് അനവധി മലയാളികൾ ഇന്നിവിടെ കോടീശ്വരന്മാരാകുകയും അനവധി അഭിവൃദ്ധികൾ പ്രാപിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിവിധ ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവും ഇവരിൽ പലർക്കുമുണ്ട്. 4 പതിറ്റാണ്ട് മുമ്പ് ഈ സൂക്കിലെത്തി കച്ചവട രംഗത്ത് സജീവമായി തുടർന്നു പോകുന്ന മലയാളികൾ പുതുതായി എത്തുന്ന കച്ചവടക്കാർക്ക് വഴികാട്ടികളായി ഇവിടെയുണ്ട്. ജാതി ഭേദമന്യേ എല്ലാവിധ ഹെൽപ്പിനും എല്ലാവരും ഇവിടെയാണ് സംഭവിക്കുന്നത്. തൊഴിലായാലും ശരി, ഇവിടെ മലയാളി എന്ത് സംഭവിച്ച് വീണ് കഴിഞ്ഞാലും, എന്ത് സാമ്പത്തികമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഹോസ്പിറ്റലായാലും എന്ത് പ്രശ്നമായാലും എല്ലാം സംഘടനപരമായിട്ടൊന്നുമല്ല, എല്ലാവരും മൊത്തമായിട്ട് ഇറങ്ങിയിട്ട് അതിന് വേണ്ട എല്ലാം ചെയ്യുന്ന ഒരു സൂക്കാണ് മത്ര. ചെറിയ കച്ചവടത്തിൽ തുടങ്ങി കോടീശ്വരന്മാരായി വളർന്ന മലയാളികളും മസ്കറ്റിന്റെ മുഖ്യ ആകർഷണമായ മത്ര സൂക്കിലുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു പണ്ടുകാലത്ത് സൂക്ക് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ രാവിലെ മുതൽ വെളുപ്പാങ്കാലം വരെ സൂക്ക് സജീവമാണ്. അറബ് ലോകത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മത്ര സൂക്കിന്റെ ചരിത്രത്താളുകളിൽ മലയാളികളുടെ കയ്യൊപ്പ് എക്കാലവും തെളിഞ്ഞു തന്നെ ഉണ്ടാകും. അത് തീർച്ചയാണ്.